14 ജില്ലകളിലുള്ള DCC പ്രസിഡന്റുമാരിൽ ഏറ്റവും ഡൈനാമിക് ആയിട്ടുള്ള DCC പ്രസിഡന്റ് നമ്മുടെ MLA, എൻ്റെ MLA, നിങ്ങളുടെ MLA അല്ല, ഞങ്ങളുടെ MLA ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ശ്രീ പ്രവീൺ കുമാർ, നമ്മുടെയൊക്കെ പ്രിയങ്കരിയായിട്ടുള്ള ഈ നേരത്തെ മുല്ലപ്പള്ളി സാർ പറഞ്ഞതുപോലെ കേരളത്തെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ തിരഞ്ഞെടുപ്പുകളിലൊന്നായി ജനവും പുറം ലോകവും വിലയിരുത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയ MLA, ഇത് ഈ കീഴരിയൂരിലെ നമ്മുടെ MLAയുടെ ജന്മനാടാണ്. ബഹുമാനപ്പെട്ട MLA ഞങ്ങൾ നേരത്തെ കൊയിലാണ്ടി നിയോജക മണ്ഡലത്തിലായിരുന്നു, കീഴരിയൂർ പഞ്ചായത്ത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ. ഇപ്പോൾ ഞങ്ങൾ കൊയിലാണ്ടിയിൽ പ്രസംഗിച്ച അത്രയും അദ്ദേഹം കൊയിലാണ്ടിക്കാരനാണെന്ന്. ഇനി കീഴരിയൂർ കൊയിലാണ്ടിയിൽ അല്ലെങ്കിൽ പോലും അദ്ദേഹം കൊയിലാണ്ടിയുടെ MLA നിലനിൽക്കുന്നിടത്തോളവും അല്ലാതെയും, അല്ലാതെ എന്ന് പറഞ്ഞാൽ അടുത്ത തവണയും അതിൻ്റെ അടുത്ത തവണയൊക്കെ അദ്ദേഹം കൊയിലാണ്ടിയുടെ MLA തന്നെയായിരിക്കും. ശേഷം വരുന്നത് ഞാൻ പിന്നീട് അറിയിക്കുന്നതാണ്. അത് എന്തായിരുന്നാലും ഇതിൽ ജയിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധ സാമഗ്രികളും ഞങ്ങൾ ആദ്യം ഒരുക്കി വച്ചിരുന്നു. നമ്മളടുത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. മുസ്ലിം ലീഗിന് ഡോക്ടർ മുനീർ സാഹിബ് മാത്രം ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ശ്രീമതി KK രമ ഉണ്ടായിരുന്നു. ഐക്യമുന്നണി എന്ന് പറയാൻ ആകെ 2 ആളുണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങൾ തിമർത്തു കളിച്ചു, തിമർത്ത് ആടി എന്ന് തന്നെ പറയാം. കഴിഞ്ഞ ഒരു 5-8 മാസം, 2 വർഷം, 5-8 മാസം പറഞ്ഞാൽ ഇലക്ഷൻ പീരീഡാണ്. കഴിഞ്ഞ 2 വർഷം കോൺഗ്രസും മുസ്ലിം ലീഗും കൃത്യമായി ജോലിയെടുത്തു. ആ ജോലിയെടുക്കുന്ന ഒരു കെമിസ്ട്രി ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് പ്രവീൺ കുമാറും ഞങ്ങളുടെ പ്രസിഡന്റ് റസാഖ് മാസ്റ്ററും ഈ എളിയവനും ഞങ്ങൾ കൃത്യമായി പണിയെടുത്തു. ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞിരുന്നു ഓരോ കാര്യവും. ലോക്കൽ ബോഡി ഇലക്ഷൻ വന്നു, കീഴരിയൂർ കിട്ടിയില്ല എന്നറിയാം. പക്ഷേ ഈ പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലും UDF അത്യുജ്വല മുന്നേറ്റം നടത്തി. മുസ്ലിം ലീഗ് 500 പറഞ്ഞു, കോൺഗ്രസും 500 പറഞ്ഞു. 1000-ൽ കൂടുതൽ മെമ്പർമാർ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഐക്യ ജനാധിപത്യ മുന്നണി കോഴിക്കോട് പിടിച്ചു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ഇങ്ങനെ പറഞ്ഞ് ഈ ബഹുമാനപ്പെട്ട പ്രവീൺ കുമാർ ഈ മലയാളം ചാനലിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ DCCയുടെ മുറ്റത്ത് വെച്ച്. അപ്പോഴാണ് ഞാനും റസാഖ് മാഷും അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ എല്ലാ കാര്യവും പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു, നിഷാദ് ചോദിച്ചു, എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താണ് നിങ്ങൾ അടുത്തതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 13 ഔട്ട് ഓഫ് 13 എന്ന് പറഞ്ഞു. 13 ഔട്ട് ഓഫ് 13 എന്ന് പറഞ്ഞപ്പം അപ്പം തന്നെ ശ്രീ പ്രവീൺ കുമാർ പറഞ്ഞു, കണ്ടേ ഞങ്ങളുടെ മനസ്സൊന്നാണെന്ന്. എന്ന് പറഞ്ഞാൽ ഞാൻ ചെല്ലുന്നതിന് മുമ്പ്, ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് പ്രവീൺ ഒരു ചോദ്യത്തിന് ഉത്തരമായി 13-ൽ 13 നേടും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഞങ്ങൾ ഒരൊറ്റ മനസ്സായി അതിനുവേണ്ടി പ്രവർത്തിച്ചു. ഒറ്റ മനസ്സായി അതിശക്തമായ പ്രവർത്തനമാണ് ഞങ്ങൾ ഇന്ന് നടത്തിയത്. ഒരുപാട് പ്രയാസങ്ങളുണ്ടായി, ഒരുപാട് ഉടക്കുകളുണ്ടായി. പക്ഷേ 12 സീറ്റ് ഐക്യ ജനാധിപത്യ മുന്നണി അതിശക്തമായി ജയിച്ചു. 1 സീറ്റ് തോറ്റു. ബേപ്പൂർ മണ്ഡലത്തിൽ മാത്രമാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് പരാജയം ഉണ്ടായത്. അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, മൊത്തത്തിൽ ഈ ജയമുണ്ടായതിൻ്റെ പിന്നിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബഹുമാനപ്പെട്ട ശ്രീ പ്രവീൺ കുമാറിൻ്റെ നേതൃത്വത്തിൽ നല്ല മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. മുസ്ലിം ലീഗിനെയും കൂട്ടി അദ്ദേഹം അത്യുജ്വലമായിട്ടുള്ള പ്രയാണങ്ങൾ നടത്തി. അദ്ദേഹവും ഞങ്ങളുമായിട്ടുള്ള കെമിസ്ട്രി അത്രമാത്രം ശക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസും മുസ്ലിം ലീഗും പ്രവർത്തകർ നിങ്ങൾ ഒരുപോലെ അതിശക്തമായി പ്രവർത്തിച്ചു. നമുക്ക് തടസ്സങ്ങൾ ഒരുപാട് ഉണ്ടാക്കിയിരുന്നു. പക്ഷേ അതിനൊക്കെ തൃണവൽഗണിച്ചുകൊണ്ട് അത്യുജ്വലമായി മുന്നേറ്റം നടത്തി. ഇവിടെ ഒരു കൗമിലെ കുട്ടി എന്ന് പ്രയോഗിച്ച ഒരു തന്ത്രമുണ്ടായിരുന്നു. കീഴരിയൂർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് എടുത്തു പറയേണ്ടത്. കീഴരിയൂരിലും അങ്ങനെ ഒരു പ്രയോഗം നടത്താനുള്ള എല്ലാ കളിയും അവർ കളിച്ചു. രാത്രിയുടെ ഇരുട്ടിൽ വെച്ച് ബഹുമാനപ്പെട്ട MLA അന്നത്തെ സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയയെ ക്രൂശിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് ശ്രമങ്ങൾ നടന്നു. ആ ശ്രമങ്ങൾ ഒക്കെ ഉണ്ടായി. ഈ അപ്പുറം കാഫിർ സ്ക്രീൻഷോട്ടുള്ളപ്പോൾ ഞങ്ങളിങ്ങനെ വിചാരിച്ചു ഇതൊക്കെ പൊതുവിലാകുമ്പോൾ വലിയ ഇഷ്യൂസ് ആവും.
പൊതുവിൽ വലിയ പ്രശ്നം ഉണ്ടാവും, സമൂഹത്തിൽ വലിയ ഇടച്ചിലുണ്ടാക്കും, വിഘടനങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ ഞങ്ങൾ ഭയപ്പെട്ടു. പക്ഷേ സമൂഹം വിഘടിക്കുകയായിരുന്നില്ല. സമൂഹം ഒറ്റക്കെട്ടായി വർഗീയതക്കെതിരെയുള്ള തേരോട്ടം ഞങ്ങൾ നിർത്തിയിരിക്കും എന്ന പ്രഖ്യാപനം നടത്തി. കാഫിർ സ്ക്രീൻഷോട്ട് ആരാണോ കൊണ്ടുവന്നത് അവർ തോറ്റമ്പി. കൗമിലെ കുട്ടി എന്ന് പറഞ്ഞപ്പം ഞങ്ങൾ പിന്നെയും പേടിച്ചു, എന്താണ് സംഭവിക്കാൻ പോകുന്നത്. നടുവണ്ണൂരിലെ ഒരു നിസരി സ്റ്റുഡിയോയിൽ നിന്നാണ് അത് പുറത്തു വന്നത്. കൃത്യമായ തെളിവുകളുണ്ട്. പക്ഷേ പോലീസ് അന്ന് കേസെടുത്തിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ഞങ്ങൾ അതിൻ്റെ പിന്നാലെ പോകും. കാരണം ജനങ്ങൾ വർഗീയതക്കെതിരെയാണ്. ഞങ്ങൾ അന്ന് പത്രക്കാരോട് പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ട്, പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്ലിയ ജയിക്കും. ഫാത്തിമ തഹ്ലിയ ജയിക്കുന്നത് ഇവിടുത്തെ വർഗീയ വിരുദ്ധ വോട്ടുകൾ ആവാഹിച്ചാണ്. ഫാത്തിമ തഹ്ലിയയുടെ സമുദായത്തിന് ജയിപ്പിക്കാനുള്ള വോട്ടേ പേരാമ്പ്രയിലില്ല. മറിച്ച് അതിൻ്റെ ഇരട്ടിയുടെയും ഇരട്ടി വോട്ടുകൾ ഫാത്തിമ തഹ്ലിയക്ക് ചെയ്തത് ഈ നിയോജക മണ്ഡലത്തിലെ ഹിന്ദു സഹോദരങ്ങളാണ്, ക്രിസ്ത്യൻ സഹോദരങ്ങളാണ്. എന്ന് പറഞ്ഞാൽ നേരത്തെ ബഹുമാനപ്പെട്ട മുല്ലപ്പള്ളി സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, BJP ഇങ്ങനെ വളർന്നു വന്നൊരു സാഹചര്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഒരു ശുഭാപ്തി വിശ്വാസക്കാരൻ എന്ന നിലയിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, BJPക്ക് ഇനി ഇന്ത്യയിൽ നിലം തൊടാൻ കഴിയാത്ത പരാജയങ്ങൾ ഇന്ത്യൻ മനസ്സുകൾ കൊടുക്കാൻ പോകുന്ന കാലമാണ് ഇനി വരാൻ പോകുന്നത്. നമ്മുടെ ജൻസികൾ ഇനി വർഗീയമായിട്ടുള്ള ചേരിതിരികളിലേക്ക് പോകില്ല. BJP അടുത്തറിഞ്ഞ അടിസ്ഥാന വിഷയങ്ങൾ പരിഹരിച്ച് കിട്ടേണ്ട ഇന്ത്യൻ ജനത ഇനി ഒരിക്കലും വർഗീയമായ ചേരിതിരിവിലേക്ക് പോകില്ല, അങ്ങനെ ചിന്തിക്കില്ല. അതിനൊക്കെ ഒരു സമയമുണ്ട്. 2014-ലും 2019-ലും അവരങ്ങനെ വിജയിച്ചു. 2024-ലെ തിരഞ്ഞെടുപ്പിൽ അവർ ജയിച്ചത് അത്രയും കള്ളത്തരങ്ങൾ കാണിച്ചിട്ടാണ് എന്ന് നേരത്തെ ബഹുമാനപ്പെട്ട മുല്ലപ്പള്ളി സാറ് പറഞ്ഞില്ലേ. നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ ചെയർമാൻ യഥാർത്ഥത്തിൽ BJP ഇലക്ഷൻ കമ്മീഷന്റെ ചെയർമാനായിരുന്നു. അങ്ങനെയാണ് ആ തിരഞ്ഞെടുപ്പുകൾ 200-ൽ കെട്ടിത്തൂക്കാൻ പ്രിയപ്പെട്ട രാഹുൽജിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കള്ളത്തരങ്ങളിലൂടെ നേടിയ വോട്ട് കൊണ്ട് 200-ൽ കെട്ടിക്കൂട്ടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2029-ലെ തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ നിന്ന് പുറത്തു പോകുകയും മഹാനായ പ്രിയങ്കരനായിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു കാലത്തെക്കുറിച്ചാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. അതൊരു സ്വപ്നമായിരിക്കില്ല. 2029-ൽ അതൊരു യാഥാർത്ഥ്യമായിരിക്കും. കൗമിലെ കുട്ടിയും കാഫിർ സ്ക്രീൻഷോട്ടും വടകര താലൂക്കിലെ ജനങ്ങൾ എങ്ങനെ തിരസ്കരിച്ചുവോ, പേരാമ്പ്രയിലെ ജനങ്ങൾ എങ്ങനെ തിരസ്കരിച്ചുവോ, ഇന്ത്യൻ ജനതയുടെ ഒരു ക്രോസ് സെക്ഷനായിട്ട് ഈ വിഷയത്തെ എണ്ണാനാണ് നമ്മൾ വളരെ താല്പര്യം കാണിക്കേണ്ടത്. ആ താല്പര്യത്തോടു കൂടി വേണം നമ്മുടെ ഇടയിൽ ഇങ്ങനെ ഇടക്കിടക്ക് വന്ന് വർഗീയത ഉണ്ടാക്കുന്നവരെ അറബിക്കടലിലേക്ക് വലിച്ചെറിയാൻ എന്നുകൂടി ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയാണ്. ഞാൻ അധികം സൂചിപ്പിക്കുന്നില്ല. 2 പ്രിയപ്പെട്ട MLA-മാർ, പ്രവീൺ കുമാറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു പ്രവീൺ കുമാർ എന്തായാലും ജയിക്കും. പ്രാർത്ഥന കൊണ്ട് ഒരാൾ ജയിക്കണമെങ്കിൽ എന്തായാലും പ്രവീൺ ജയിക്കും. കാരണം കടുത്ത, അവിടെ ഞാൻ സൂചിപ്പിച്ചത് അത്രയും നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട ശ്രീ പ്രവീൺ കുമാർ, എൻ്റെ സഹപ്രവർത്തകൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കും TT ഇസ്മായിൽക്ക് പ്രാർത്ഥിച്ചിട്ടില്ലെന്ന്. ഞാൻ പ്രാർത്ഥിച്ചത് വേറെ കാര്യത്തിനാണ്, അതെനിക്ക് കിട്ടും. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, ചില കാര്യങ്ങൾ ഇത്തിരി ഡിലേ ആവും. എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ പ്രവീൺ കുമാർ കേരളത്തിൽ ഒരു മിനിസ്റ്ററായി വരുന്ന കാലം അതിവിദൂരമല്ല എന്ന് ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാക്കളെയും സാക്ഷി നിർത്തി ഞാൻ ഉറപ്പ് പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും അത് സംഭവിക്കും, ഈ കാലത്ത് തന്നെ സംഭവിക്കും. ഇനി അങ്ങോട്ടൊന്നും പോകാൻ നോക്കണ്ട, ഇപ്പം തന്നെ സംഭവിക്കും. ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹം നല്ല ഒരു ബിസിയസ്റ്റ് ആളാണ്, നല്ല തിരക്കുള്ള ആളാണ്. പക്ഷെ ആ തിരക്കിലും ജനങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം ഞാനിങ്ങനെ അത്ഭുതപ്പെടാറുണ്ട്. എല്ലാവർക്കും എല്ലാ കഴിവുണ്ടാവില്ല. അദ്ദേഹം ഇങ്ങനെ ഇരുന്ന് ഓരോ വിഷയങ്ങൾ അപ്പപ്പോൾ പരിഹരിക്കുന്നത് ഞാനിങ്ങനെ സാഗൂതം നോക്കിക്കൊണ്ടിരിക്കാറുണ്ട്, MLA ആയപ്പോഴും അല്ലാത്തപ്പോഴും. അപ്പോൾ ആ രീതിയിൽ ജനങ്ങളെ സേവിക്കാൻ കഴിയും. കിഴരുക്കാർ പേടിക്കേണ്ട, ഞങ്ങൾ കൊയിലാണ്ടിക്ക് മാത്രമായിട്ട് അദ്ദേഹത്തെ കാണുന്നില്ല. മറിച്ച് കോഴിക്കോട് ജില്ലയുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള DCC പ്രസിഡന്റ് എന്ന നിലക്കും
പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മുല്ലപ്പള്ളി സാറൊക്കെ പറയാറുള്ളത് പോലെ കോഴിക്കോട് DCCയുടെ മുഖച്ഛായ തന്നെ മാറ്റുന്ന അർത്ഥത്തിൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു DCCയുടെ ഓഫീസ് കേരള സംസ്ഥാനത്ത് മൊത്തം തിരഞ്ഞാൽ അത് നമുക്ക് കോഴിക്കോടാണ് കാണാൻ പറ്റുക. അപ്പം അങ്ങനെ പ്രഗത്ഭനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങൾ അദ്ദേഹത്തെ ജയിപ്പിച്ചു. നിങ്ങളുടെ ഒരു പ്രിയപ്പെട്ട പുത്രനെ ജയിപ്പിക്കാനായി എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫാത്തിമ തഹ്ലിയ എൻ്റെ പ്രിയപ്പെട്ട കൊച്ചു അനുജത്തിയാണ്, സഹോദരിയാണ്, നമ്മുടെയൊക്കെ സഹോദരിയാണ്. കൃത്യമായി ഇന്ത്യൻ പൊളിറ്റിക്സിൽ എന്താണ് ദീർഘവീക്ഷണത്തോടു കൂടി, പ്രത്യേകിച്ച് ഒരു ജൻസി പൊളിറ്റിക്സിൻ്റെ ഒരു കാലത്ത് രാഷ്ട്രീയം എന്തായിരിക്കണമെന്ന് കൃത്യമായി പറഞ്ഞു വെക്കുകയും സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള ഇടങ്ങളെ തൻ്റെ അറിവുകൾ കൊണ്ട് ശക്തമാക്കുകയും ചെയ്യുന്ന ഏറ്റവും നല്ല, കേരളത്തിലെ ഏറ്റവും നല്ല വനിതാ രാഷ്ട്രീയ നേതാവായിട്ടും പൊളിറ്റിക്കൽ ലീഡറായിട്ടും പ്രിയങ്കരിയായിട്ടുള്ള ഫാത്തിമ തഹ്ലിയ മാറിയിട്ടുണ്ട്. കുറഞ്ഞ കാലം കൊണ്ട് മാറിയിട്ടുണ്ട്. പേരാമ്പ്രക്ക് ഇത് നല്ല കാലമായിരിക്കും. എന്താ നമ്മളന്ന് പറഞ്ഞ പേരാമ്പ്ര? നിയോ പേരാമ്പ്ര എന്നാണ് NEO ആണ്. നിയോ പേരാമ്പ്ര എന്നാണ് അവരുടെ ഓഫീസിലെ പേര്. ഞാനത് മാറ്റി പറഞ്ഞൊരു കാര്യമുണ്ട്. നിയോ പേരാമ്പ്ര. 5 കൊല്ലം കൊണ്ട് നമ്മൾ ഓരോരുത്തരും ചോദിക്കും നിയോ കീഴരിയൂർ. ഇത്രയും മനോഹരമായി വികസനത്തിൻ്റെ ഏറ്റവും വലിയ വെള്ളി വെളിച്ചം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ലീഡറായിട്ട് ഇപ്പം തന്നെ ഇന്ന് ഞാൻ ഇപ്പോൾ ഇങ്ങനെ വാട്സപ്പ് പരിശോധിച്ച് നോക്കുമ്പോൾ റോജി മിനിസ്റ്ററായിട്ട് അവർ സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. പേരാമ്പ്രയുടെ മൊത്തത്തിലുള്ള വിദ്യാഭ്യാസ മുന്നേറ്റത്തിൻ്റെ കാര്യം അവർ സംസാരിച്ചു. നമുക്ക് പൂഴിത്തറയിൽ നിന്ന് ഇങ്ങോട്ട് പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡ്, അതിൻ്റെ ഒരു സാക്ഷാത്കാരം നമ്മുടെ കാലത്ത് സംഭവിക്കാൻ പോവാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, 5 വർഷമല്ല ഈ ഭരണം, 10 വർഷം ഈ ഭരണം ഉണ്ടാകും എന്നുള്ള അർത്ഥത്തിലേക്ക് ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ കൃത്യമായി പണിയെടുത്തോളണം. നമ്മൾ നേരത്തെ ബഹുമാനപ്പെട്ട മുല്ലപ്പള്ളി സാർ പറഞ്ഞിട്ട്, നമ്മൾ ജനനായകരെങ്കിൽ ജനദാസന്മാരാണ്. നമ്മൾ ജനങ്ങളുടെ അടിമകളാണ്. ഓരോ UDFൻ്റെ ലീഡേഴ്സും ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണം, ജനങ്ങളുടെ ഇഷ്യൂസ് പരിഹരിക്കണം, ജനങ്ങളുടെ വികസനം ഏറ്റെടുക്കണം. വികസനത്തിൽ രാഷ്ട്രീയം പാടില്ല. കീഴരൂർ പഞ്ചായത്ത് അവരാണ് ഭരിക്കുന്നത് കരുതി ജനങ്ങളുടെ വികസനം ഏറ്റവും വലിയ പ്രയോറിറ്റി ലിസ്റ്റിൽ മുൻഗണനാ ക്രമത്തിൽ എടുക്കാൻ നമുക്ക് കഴിഞ്ഞേ മതിയാകൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഇവർ 2 പേർക്കും നൽകുന്ന ഒരു സ്വീകരണത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ സന്തോഷിക്കുന്നു. ഡിലേ ആയത് ഓണത്തിരക്കാണ്, എല്ലാവർക്കും അറിയാം. ഓണത്തിന് കൊയിലാണ്ടിയൊക്കെ നല്ല തിരക്കാണ്, എല്ലാ തെരുവുകളും തിരക്കാണ്. എല്ലാവർക്കും നല്ല പൊന്നോണം ആശംസിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി ഈ ഓണം നല്ലോണം, പിരിച്ചു പറഞ്ഞാൽ നല്ല ഓണം എന്നല്ല പറഞ്ഞ്, നല്ലോണം, നല്ല സ്നേഹത്തിൻ്റെയും സഹാനുഭൂതിയുടെയും നല്ല ഓണം. നമ്മുടെ ഈ പഞ്ചായത്ത് മെമ്പർമാർക്ക് പൈസ കിട്ടി, 2000 രൂപ കിട്ടി. നമ്മളെ ഹരിതകർമ്മസേനയ്ക്ക് 1500 രൂപ കിട്ടി. നമ്മളെ അംഗനവാടി ടീച്ചർമാർക്ക് പണം കിട്ടി. അതുപോലെ തന്നെ ആശാവർക്കർമാർക്ക് പണം കിട്ടി. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ദിവസങ്ങളോളം മാസങ്ങളോളം ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിലായിരുന്നു ഇവർ ഭരിക്കുമ്പം. അവരെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുല്ലപ്പള്ളി സാർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അവർക്ക് പണം കിട്ടി, എല്ലാ ക്ഷേമ പെൻഷനുകളും കൊടുത്തു തുടങ്ങി. നല്ല ഓണമായിട്ട് മഹാബലി വരുമ്പം ഈ കാലം നല്ല സന്തോഷത്തിൽ ഇങ്ങനെ VD സതീശൻ സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭ കേരളത്തെ ഭരിക്കുന്നു. ഞാൻ വിചാരിച്ച കാലം ഇതായിരുന്നു എന്ന് മഹാബലി വന്ന് പ്രഖ്യാപിക്കാൻ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അതുകൊണ്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ, ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് ഈ 2 പേർക്കും, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ അഡ്വക്കേറ്റ് ശ്രീ പ്രവീൺ കുമാറിനും അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയക്കും ദൈവം തമ്പുരാൻ ഈ 5 വർഷക്കാലവും പിന്നെയും അവർക്ക് ഈ നിയോജക മണ്ഡലങ്ങളിൽ ജനങ്ങളുടെ വികസന കാര്യങ്ങളും ക്ഷേമകാര്യങ്ങളും ഏറ്റെടുക്കാനുള്ള കരുത്തും ആരോഗ്യവും ഒക്കെ ദൈവം തമ്പുരാൻ പ്രദാനം ചെയ്യട്ടെ. എല്ലാ ആശംസകളും, പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ അഭിവാദ്യങ്ങളും ആശംസകളും ഈ പരിപാടിക്ക് അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് UDF.